വലിയ പിതാവേ, പ്രിയപ്പെട്ട സുരേഷിച്ച, മറ്റ് വാത്സല്യമുള്ള വൈദിക സുഹൃത്തുക്കളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രാരംഭ ദിവസത്തിലാണ്. വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൻ്റെ പുകഴ്ചയുടെ തുടർച്ചയിലുമാണ്. മാർസ്ലീവ കുരിശ് നമുക്ക് നൽകുന്ന ആ ഒരു ചിന്തയുടെ മറുവശമാണ് ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുഴുവനും, നമ്മൾ കൊച്ചുനാൾ മുതൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ നെറ്റിയിൽ വരച്ച ആ കുരിശാണ് ഏറ്റവും പുകഴ്ചയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവും പിതാവിൻ്റെ അമ്മ പിതാവിൻ്റെ നെറ്റിയിൽ ഓരോ ദിവസവും വരച്ചു കൊടുത്ത ആ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് സഭയുടെ ഔദ്യോഗികമായ ശുശ്രൂഷകളിലെല്ലാം ഈ സ്ലീവ വലിയ സ്ഥാനം പിടിച്ചു. പഴയ നിയമത്തിലെ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയ കാര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽക്കാരുടെ യാത്രാമധ്യേ അവരെ പാമ്പ് കടിച്ച് ഒരുപാട് പേര് മരിച്ചപ്പോൾ മോശയ്ക്ക് കിട്ടിയ ഒരു നിർദ്ദേശം, പിത്തള കൊണ്ട് ഒരു സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കി ഒരു കോലിൽ നാട്ടി പൊക്കിപ്പിടിച്ചാൽ അതേ നോക്കിയാൽ ആരും പിന്നെ മരിക്കുകയില്ല, വിഷാംശം മാറിക്കിട്ടും. മലങ്കര കത്തോലിക്ക സഭയിലെയും ഓർത്തഡോക്സ് സഭയിലെയും ഒക്കെ മേലധ്യക്ഷന്മാർ അവരുടെ ഔദ്യോഗികമായ വടിയുടെ മുകൾ ഭാഗത്ത് ഒരു സർപ്പത്തിൻ്റെ, പിത്തള സർപ്പത്തിൻ്റെ രൂപം പിടിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ഏത് മാരകമായ വിഷം നമുക്ക് കേൾക്കേണ്ടി വന്നാലും ഉയർത്തപ്പെട്ട ആ സർപ്പത്തെ, പിത്തള സർപ്പത്തെ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടും. യോഹന്നാൻ ശ്ലീഹ പുതിയ നിയമത്തിലെ സുവിശേഷത്തിലെ മരുഭൂമിയിൽ ഉയർത്തിയ ആ പിത്തള സർപ്പം പോലെയാണ് മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ. വാസ്തവത്തിൽ കുരിശിൻ്റെ പുകഴ്ച അതാണ്. നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശിനോട് ചേർത്ത് ആണികളാൽ ബന്ധിതനായപ്പോഴാണ് ഈശോ ഉയർത്തപ്പെട്ടത്. അത് രണ്ടും ആത്യന്തികമായിട്ടൊരു കാര്യമാണ്. സിറോ മലബാർ സഭയിലെ, നമ്മുടെ സഭയിലെ പിതാക്കന്മാരെല്ലാം ഔദ്യോഗിക ശുശ്രൂഷ വടിയിൽ ഈ സ്ലീവ പിടിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ സ്ലീവായ്ക്ക് വേണ്ടിയാണ് ആ വടി എടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. നമ്മുടെ രാസകുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സ്ലീവ എന്നും നമുക്ക് നന്മകളുടെ ഉറവിടമാണ്. എല്ലാ നന്മകളുടെയും ഉറവിടം സ്ലീവയാണ്. ആ ഒരു ആധ്യാത്മിക ചിന്തകളിലാണ് ഈ എലിയ സ്ലീവ മൂശ കാലം മുഴുവനും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിനും അതിൻ്റെ പ്രാർത്ഥനകളുടെ പിന്നിലുള്ള ചിന്തയും അതാണ്. പരിശുദ്ധ പിതാവിൻ്റെ പൊണ്ടിഫിക്കൽ കൗൺസിലിലെ പ്രീച്ചർ നമ്മളുടെ സുരേഷത്തിനെ പോലെയുള്ള ഒരാളാണ്. ഒരു കപ്പിച്ചനായ കന്തലമേസ എന്ന് പറയുന്ന അച്ഛനാണ്. അദ്ദേഹം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധം ചെയ്തു. ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ്. 100 പേജിൽ താഴെയുള്ള ചെറിയ മനോഹരമായ ഒരു മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷന് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അസീസി പുണ്യവാളനെ കുറിച്ചുള്ള ഒരു ആധ്യാത്മികമായ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ശത്രു സ്നേഹത്തിൻ്റെ മറുവശം എടുത്തു കാണിക്കുന്ന ആ പുസ്തകം ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള ആ പുസ്തകത്തിൽ അസീസി പുണ്യവാളന് ഏറ്റവും പ്രകടമായ രീതിയിൽ നടത്തിയ 1-2 കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്.
ഒന്ന് ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം കയറി ചുംബിച്ചു. ഇന്നത്തെ കാലത്ത് കുഷ്ഠം ഉള്ളവർ കയ്യിൽ ഒരു വടി കെട്ടി ഒരു മണിയും കിലുക്കിയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ആ വരുന്നയാൾ കുഷ്ഠരോഗമുള്ളതാണ്, നിങ്ങൾ മാറിക്കൊടുക്കണം, വഴി മാറിക്കൊടുക്കണം. അസീസി പുണ്യവാന് ഈ ശബ്ദം കേട്ടപ്പോൾ ആ വ്യക്തിയെ കയറി ചുംബിച്ചു. അതേക്കുറിച്ച് പ്രസിദ്ധനായ ഈ പ്രീച്ചർ കന്തലമേശ പറഞ്ഞിരിക്കുന്നത്, ഈ അസീസി പുണ്യവാൻ ഈ ചലഞ്ചഡ് ഹിംസെൽഫ്, തന്നെ തന്നെ കയറി ആക്രമിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ ഒരു കുഷ്ഠരോഗിയെ ചുംബിക്കുമ്പോൾ ആ മനുഷ്യപ്രകൃതിയെ തന്നെ കയറി ആക്രമിക്കുകയാണ്. അവനവൻ്റെ മനുഷ്യപ്രകൃതി ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. ഈ ചലഞ്ചഡ് ഹിംസെൽഫ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ റീബിൽഡിങ് ഓഫ് ദ ചർച്ച്. അതിൽ അദ്ദേഹം ശത്രുസ്നേഹവും പ്രകൃതി സ്നേഹവും എല്ലാം കൂട്ടി ഇണക്കിയിരിക്കുകയാണ്. അത് സാധാരണ ഒരു മനുഷ്യന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രണ്ടാമത് ആ ഗ്രന്ഥകാരൻ അതിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ സഭയുടെ പുനർനിർമ്മിതി, he did it not by criticism but by holiness. നമുക്കെന്തെങ്കിലും പോരായ്മകൾ കാണുമ്പോൾ വിമർശിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അസീസി പുണ്യവാളന് വിമർശനം വഴിയല്ല, വിശുദ്ധി വഴിയാണ് ഈ സഭയുടെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മിതി നടത്തിയത്. മൂന്നാമത് ആ പുസ്തകത്തിൽ കന്തലമേശ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധ കുർബാന ഈശോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെയാണ് ലോകത്തിലെ പാവപ്പെട്ടവരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. റിയൽ പ്രസൻസ് എന്നുള്ളത് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ പൂർണ്ണ അർത്ഥത്തിലും ഒരു ബലഹീനനായ ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ അവിടെയും അദ്ദേഹം ഇൻവെർട്ടഡ് കോമയിലിട്ടിരിക്കുകയാണ്. ഒരു റിയൽ പ്രസൻസ് ഈശോയുടേതുണ്ട്. ഈശോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ലോകാവസാനം വരെ ചെയ്യണം എന്ന് കുർബാനയെക്കുറിച്ച് അസീസി പറഞ്ഞെങ്കിൽ, ലോകാവസാനം വരെ ദരിദ്രരും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞത് ഈശോ തന്നെയാണ്. ആ സാക്രമെൻ്റൽ ഐഡൻറ്റിറ്റി, ആ കണ്ടിന്യൂയിറ്റിയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തി എടുക്കേണ്ടത് എന്ന് ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. നമ്മൾ ശത്രുസ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റ ശൈലികൾ ഈശോ പറഞ്ഞു തരുമ്പോൾ ഇതുപോലുള്ള സമഗ്രമായ ജീവിത വീക്ഷണങ്ങൾ പുലർത്തിയ ആളുകളുടെ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. പലപ്പോഴും നമുക്ക് ശത്രുക്കളെ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, മിത്രങ്ങളെയും ചിലപ്പോൾ വേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റാതെ വരും. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ മോശ ജനങ്ങൾക്ക് ശുദ്ധജലം പാറയിൽ നിന്ന് ഒഴുക്കി കൊടുക്കുന്ന സംഭവമുണ്ടല്ലോ. ദൈവം മോശയോട് പറഞ്ഞു, നീ നിൻ്റെ വടിയുമെടുത്ത് പാറയെ സമീപിക്കുക. കർത്താവ് അതേ പറഞ്ഞുള്ളൂ, നിൻ്റെ വടിയുമെടുത്ത് പാറയെ സമീപിക്കുക. പക്ഷേ മോശ ഒരു പ്രത്യേകമായ മാനസിക അവസ്ഥയിലായിരുന്നു. ജനങ്ങളെല്ലാം കുറ്റം പറഞ്ഞു. മോശ സമീപിക്കുക മാത്രമല്ല, പാറയ്ക്കിട്ട് 2 അടി വടി കൊണ്ട് ശക്തമായിട്ട് കൊടുത്തു. പ്രസിദ്ധനായ ഒരു ഇറ്റാലിയൻ ഗ്രന്ഥകാരന് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പാറയ്ക്കിട്ട് അടിക്കാൻ മോശയോട് ദൈവം പറഞ്ഞിരുന്നു. പാറയോട് അടിക്കാൻ ദൈവം പറഞ്ഞിരുന്നു, പാറയെ സമീപിക്കാൻ മാത്രമല്ലേ പറഞ്ഞിരുന്നുള്ളൂ. ആ പുസ്തകത്തിൽ ആ ഗ്രന്ഥകാരൻ വിശകലനം ചെയ്യുന്നത് വൈദികരുടെയും മെത്രാന്മാരുടെയും പെരുമാറ്റ ശൈലിയെക്കുറിച്ചാണ്. നമുക്ക് സമീപിക്കുകയും തലോടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ഒരുപാട് തലങ്ങളിൽ നമ്മൾ കയറി അടിക്കുന്നില്ലേ? പാവപ്പെട്ട ജനങ്ങളോട്, സാധാരണക്കാരായ മനുഷ്യരോട്, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നവരോട് നമ്മൾ കയറി അടിക്കാറില്ലേ?
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ധ്യാന അവസരത്തിൽ. എത്രയോ ആളുകളോട് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി നമ്മളുടെ അടുത്ത് വരുന്ന ധാരാളം പേരുകൾ കാണും. ആ പുസ്തകത്തിലെ ഗ്രന്ഥകാരൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്, ടു ബി ഡിഫറൻറ്റ് ഈസ് ഡിവൈൻ, ബട്ട് ടു ബി ഡിവിസീവ് ഈസ് ഡയബോളിക്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ചിന്തകൾ അത് സഭയിലുണ്ടാകുന്നത് ദൈവികമാണ്. ദൈവം തന്നെയും തൃത്വമാണ്. ടു ബി ഡിഫറൻറ്റ് ഈസ് ഡിവൈൻ. എന്നാൽ അതിൻ്റെ ഒരു പരിധി വിട്ടുകഴിയുമ്പോൾ, ഡിവിസീവ് ആകാൻ തുടങ്ങുമ്പോൾ അത് ഡയബോളിക്കാണ്, പിശാചിനടുത്ത പ്രവൃത്തിയാണ്. ദിയാബലൈൻ എന്ന് പറയുന്നതാണല്ലോ ഇടയ്ക്ക് കയറി എറിയുന്നവൻ. പത്രോസിനെ അങ്ങനെ കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യമതാണ്. അപ്പം നമ്മളുടെ ശത്രു സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ജീവിതത്തിലുള്ള സ്നേഹമാണ് അതിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമുക്ക് അജപാലകരായ നമ്മളെ സംബന്ധിച്ച് മോശ ചെയ്ത പ്രവൃത്തി പോലെ, മോശ പാറയ്ക്കിട്ട് അടിച്ചില്ലെങ്കിലും ദൈവം തീർച്ചയായിട്ടും ജലം ഒഴുക്കി കൊടുക്കുമായിരുന്നു. അപ്പോഴത് നമുക്ക് വേണ്ട രീതിയിൽ നിയന്ത്രണങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവാണത്. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തന ശൈലികളെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നല്ല. പ്രസിദ്ധനായ കർദിനാൾ മർത്തീനി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവൻ നമ്മളുടെ സ്നേഹത്തിന് യോഗ്യനാണ്, ഫിറ്റാണ് എന്നുള്ളതല്ല. Rather, it is unfit for us to keep an enemy in our mind. പുരോഹിതരായ നമ്മളുടെ മനസ്സിൽ ഒരു ശത്രുവിനെ കീപ്പ് ചെയ്യുന്നത് തെറ്റാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആരോടും ശത്രുത പാടില്ല എന്നുള്ളത്. ശത്രു കാണിക്കുന്നതെല്ലാം തെറ്റാണ്, ശരിയാണ്, അതെല്ലാം അംഗീകരിക്കാം, അതിന് തിരുത്തൽ വേണ്ട എന്നല്ല. നമുക്ക് മനസ്സിൽ ഒരു ശത്രുത ആരോടും കൊള്ളുകയില്ല. ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുവാനായിട്ട് കർത്താവിൻ്റെ പക്കൽ കൊണ്ടുവന്നപ്പോൾ ശതാധിപൻ സമൂഹത്തിൽ നിന്ന് പുറത്തുള്ള ആളാണ്. അവിടെയും പറയപ്പെടുന്ന ഒരു കാര്യം, ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുമുണ്ട്, അത് മതി. ആ വൃത്തിനെ സുഖപ്പെടുത്താനായിട്ടുള്ള ഒരു മാനദണ്ഡം അവിടെ കൊടുത്തിരിക്കുന്നത് ആ മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള നന്മയും യഹൂദ സമുദായത്തോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സൗഹാർദ്ദപരമായ പ്രവർത്തന രീതികളുമൊക്കെയാണ്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തും അതാണല്ലോ. ദുഷ്ടനാണോ, ശിഷ്ടനാണോ, ശത്രുവാണോ, മിത്രമാണോ, തൊട്ടടുത്താണോ, അകന്നാണോ, ഇതൊന്നും നോക്കാതെ ദൈവം തൻ്റെ കാരുണ്യം എല്ലാവരുടെയും മേൽ വർഷിക്കുകയാണ്. ആ കാരുണ്യത്തിൽ പങ്കുപറ്റുമ്പോഴാണ് നമുക്കും വിശുദ്ധരായ വൈദികരുടെ കൂട്ടത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ശത്രു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു സ്കാറ്ററിങ് വരാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മളിൽ ആത്മീയത ഉളവാകാൻ വേണ്ടിയാണ്, നമ്മളൊരു ആനിമോസിറ്റിയോടുകൂടി നമ്മുടെ ജനത്തോട്, നമ്മുടെ സഹോദരങ്ങളോട് പെരുമാറാതിരിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിലുള്ള ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം. ഈ ധ്യാന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സുരേഷ് അച്ഛന് അദ്ദേഹത്തിൻ്റെ വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളെ കർത്താവിൻ്റെ ശുദ്ധമായ വഴിയിലേക്ക് നയിക്കും. അത് വിശുദ്ധിയുടെ പാതയായിരിക്കട്ടെ, പൗരോഹിത്യത്തിൻ്റെ കൃത്യമായ പാതയായിരിക്കട്ടെ. അൽഫോൻസാമ്മയോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.